ഷാഫി പറമ്പിൽ എംപിയുടെ പ്രതികരണത്തിലേക്കാണ്. മാപ്പിന്റെ ഭാഗമാണെന്ന് അംഗീകരിക്കാൻ ഗവൺമെന്റ് മടിക്കുകയാണ്. കേരളത്തിന്റെ വികസനം ആമയുടെ വേഗത്തിൽ മതി എന്നാണോ രാജ്യം ഭരിക്കുന്ന സർക്കാർ തീരുമാനിക്കുന്നത് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ സ്വാഭാവികമായിട്ട് ഉയർത്തുന്ന സംശയമാണ്. കടലാമയുടെ വേഗത്തിൽ മതി അല്ലെങ്കിൽ ആമയുടെ വേഗത്തിൽ മതിയോ കേരളത്തിന്റെ വികസനം? ഹൈസ്പീഡ് റെയിൽവേ കൊറിഡോർ പല സിറ്റികളെയും കണക്ട് ചെയ്ത് പ്രഖ്യാപിച്ചപ്പോൾ അതിലൊരു മെൻഷനും കേരളത്തെ സംബന്ധിച്ചില്ലാതെ പോയതിന് ഈ ഗവൺമെന്റ് മറുപടി പറയണം. മെട്രോമാൻ ഈ ശ്രീധരനെ പോലെ ആളുകൾ ഓഫീസ് തുറക്കുന്നു, പൊന്നാനിയിൽ അതിൻ്റെ പഠനം നടത്തുന്നു എന്നൊക്കെ പറയുന്ന പ്രൊജക്ടിനെ സംബന്ധിച്ച് ഒരു ഇൻസൈറ്റും ഈ ബജറ്റ് പറയുന്നില്ല. സംസ്ഥാനവും മറ്റൊരു സമാന്തര പ്രൊജക്ടിനെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ അത് കേന്ദ്രമായിട്ട് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ടോ, ഏതെങ്കിലും തരത്തിൽ ഫണ്ട് അക്വയർ ചെയ്യാനുള്ളതോ അത് ഇവിടുന്ന് അനുമതി മേടിക്കാനുള്ള നടപടികളിലേക്കോ കടക്കുന്നുണ്ടോ എന്നതിനെ സംബന്ധിച്ച് ഒന്നും വ്യക്തതയില്ല. ഇപ്പം കേരളത്തെ രാജ്യത്തിൻ്റെ മാപ്പിൽ കാണാത്ത, കേരളത്തെ കണ്ണിൽ കാണാത്ത ഒരു ആറ്റിറ്റ്യൂഡാണ്, ഒരു ബജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. കേരള ജനതയുടെ ശക്തമായ പ്രതിഷേധം ഉണ്ടാവും. കോർപ്പറേഷനൊക്കെ നൽകിയാലും തിരിച്ച് കേരളത്തിനൊന്നും നൽകില്ല എന്നുള്ള ഒരു മെസ്സേജ് കൂടി ഇതിനകത്തുണ്ട്. കേരളത്തെ തീർത്തും അവഗണിച്ചിരിക്കുകയാണ്. കേരളത്തിൻ്റെ പൊട്ടൻഷ്യൽ മേഖലകളെ പാടെ അവഗണിച്ചതിനെ സംബന്ധിച്ചാണ് പ്രിയപ്പെട്ട ബെന്നി ബെഹനാൻ എം പി ഇവിടെ സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ പ്രവാസ ലോകത്തെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് അവിടുത്തെ ജനതയ്ക്ക് വേണ്ടിയുള്ള, നാടിന് ഇൻകം ഉണ്ടാക്കുന്ന ജനതയ്ക്ക് വേണ്ടിയുള്ള ഒരു ഇടപെടലും അതിനകത്ത് കാണുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം കേരളത്തിൻ്റെ റെയിൽവേയും പാടെ അവഗണിച്ച മട്ടാണ്. ഒരുപാട് ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ട് ഒന്നിനെയും അഡ്രസ്സ് ചെയ്യുന്ന ഒരു സമീപനമില്ല. അപ്പോൾ കേരളത്തെ പാടെ അവഗണിച്ച ഒരു ബജറ്റ്, സീറോ ബജറ്റ് എന്ന വാക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മാച്ച് ആവുന്ന അവസ്ഥയിലാണുള്ളത്. ഷാഫി പറമ്പിലിന്റെ പ്രതികരണമാണ് കണ്ടത്. ഇനി നിർമ്മലാ സീതാരാമന്റെ ബജറ്റ് പ്രസംഗവുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണത്തിലേക്ക് നമുക്ക് പോയാൽ, രാജ്യത്തെ നികുതി നിയമങ്ങൾ ലഘൂകരിക്കുമെന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം നിർമ്മലാ സീതാരാമന്റെ ഭാഗത്തുണ്ടായി. പുതിയ ആദായ നികുതി നിയമം ഏപ്രിൽ 1 മുതൽ നടപ്പിലാകും. അപകട നഷ്ടപരിഹാരത്തിന് നികുതിയില്ല എന്നതാണ് പ്രതികരണം. I announced a comprehensive review of the Income Tax Act 1961. This was completed in a record time, and the Income Tax Act 2025 will come into effect from 1st April 2026. The simplified income tax rules and forms will be notified shortly, giving adequate time to taxpayers to acquaint themselves with its requirements. The forms have been redesigned such that ordinary citizens can comply without difficulty. ബസ് തുടരുന്നു. ബസ് ഈ നികുതിയിലെ മാറ്റങ്ങൾ എങ്ങനെയാണ്? നികുതി നിയമങ്ങൾ ലഘൂകരിക്കും, അത് എത്രത്തോളം ആശ്വാസകരമായി മാറിയേക്കാം? രതീഷ്, പുതിയ നികുതി നിയമങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട്. അത് ഏപ്രിൽ 1 മുതൽ നടപ്പിലാകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ആദായ നികുതിയിൽ വരുന്ന മാറ്റങ്ങളാണ് നേരത്തെ ഉണ്ടായത്. അത് പാർലമെന്റ് പാസ്സാക്കിയതാണ്. അത് നടപ്പിലാകുന്ന തീയതിയാണ് ധനമന്ത്രി ഇന്ന് പറഞ്ഞത്. ഏപ്രിൽ 1 മുതൽ നടപ്പാകുന്നു എന്നുള്ളത്. ഇതിൽ നികുതി നിയമങ്ങളുമായി ബന്ധപ്പെട്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി അല്ലേ? നേരത്തെ ഉള്ള ആ തീരുമാനത്തിന് തുടർച്ചയായുള്ള പ്രഖ്യാപനം മാത്രമാണ്. നികുതി ഘടനയിൽ കാര്യമായ നേരത്തെ നിയമത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾക്കപ്പുറത്ത് ഉണ്ടാകുന്നില്ല. നേരത്തെ ഉണ്ടായ നികുതി നിയമങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ അല്ലാതെ വേറെ പുതിയതായിട്ടൊന്നും തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല. പ്രതീക്ഷിച്ചിരുന്ന 2-3 കാര്യങ്ങളുണ്ടായിരുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പുതിയ സ്കീം നിലനിർത്തിക്കൊണ്ട് ഇൻകം ടാക്സിന്റെ പഴയ സ്കീം പൂർണ്ണമായും ഒഴിവാക്കും എന്നുള്ളത് അത് ഒഴിവാക്കിയിട്ടില്ല. അത് ഇൻകം ടാക്സ് റൂളിന്റെ ഇതിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കിയിട്ടില്ല എന്നുള്ളത് മാത്രമാണുള്ളത്. നിലവിലുള്ള സ്ലാബുകളുടെ കാര്യത്തിലും യാതൊരു മാറ്റവും വരുന്നില്ല എന്നുള്ളതാണ്. ആകെയുള്ളത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത പോലെ തന്നെ ഈ TCSുമായി ബന്ധപ്പെട്ട ചില മാറ്റങ്ങൾ, വിദ്യാർത്ഥികളുടെ മെഡിക്കൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട TCSന്റെ കുറവ്, വിദേശയാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇവയൊക്കെയാണുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ കമ്പോളം വലിയ തോതിൽ ഇടിഞ്ഞിരിക്കുന്നത് 1000 പോയിന്റോളം തന്നെ നിഫ്റ്റിയും മറ്റും തകർക്കാൻ കാരണം STTയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. STTയുടെ നിരക്ക് 5, അതുപോലെ തന്നെ 2% ഉയർത്തിയിരിക്കുന്ന ഒരു സാധനമുണ്ട്. അതായത് സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ആക്ട് എന്നാണ് പറയുന്നത്. അത് ഈ നമ്മൾ ഓഹരിയിൽ നിന്നും ഡെറിവേറ്റുകളും മ്യൂച്വൽ ഫണ്ടുകളും ഒക്കെ വാങ്ങുന്ന ഒരു സമയത്ത് അതിന് ഈടാക്കുന്ന ഒരു നികുതിയാണത്. അത് ഓഹരി കമ്പോളം വഴിയാണ് അത് ഈടാക്കുന്നത്. അതാണ് ഇപ്പോൾ ഈ പെട്ടെന്നുള്ള ഒരു ഓഹരി കമ്പോളത്തിന്റെ ഈ ഇടിവിന് വഴിവെച്ചിരിക്കുന്നത്. STT കുറയ്ക്കും അല്ലെങ്കിൽ ഇല്ലാതാക്കും എന്നുള്ളൊരു സൂചന ഉണ്ടായിരുന്നു. പക്ഷെ അത് കൂട്ടിയ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു വലിയ ഇടിവ് ഓഹരികളിൽ കാണുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ, രതീഷ്.